ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കന്നുകാലികളിലെ മാരകമായ കുളമ്പ് രോഗത്തെ ഇല്ലാതാക്കാൻ സമഗ്രമായ പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ രോഗത്തിന് അടിപ്പെട്ട് കന്നുകാലികൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇത്തവണ 140ഓളം വാക്സിനേഷൻ സ്ക്വാഡുകളുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് കുളമ്പ് രോഗത്തെ തുരത്താൻ ഒരുങ്ങുകയാണ് മൃഗസംരക്ഷണ വകുപ്പ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ആശാ വർക്കേഴ്സിന്റെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കായി ആശാ വർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച്. ചാലിയാർ പുഴയോരത്തെ മണൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ. സമരം പുഴയിലെ മണൽ വാരൽ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജില്ലയിലെ കുളമ്പ് രോഗ പ്രതിരോധ പരിപാടിക്ക് തുടക്കം. കുത്തിവയ്പ് മൃഗാശുപത്രിയിൽ വരുന്ന 21 പ്രവൃത്തി ദിനങ്ങളിൽ. വിശദമായ വാർത്തകളിലേക്ക്. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കുടിശ്ശിക വിഷുവിന് മുൻപ് വിതരണം ചെയ്യുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് നൽകാനുള്ള ഓണറേറിയം കുടിശ്ശിക വിഷുവിന് മുൻപ് വിതരണം ചെയ്യുക, ആരോഗ്യമന്ത്രി വാക്ക് പാലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലേക്ക് വനിതകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി PT സുലൈമാൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് മുമ്പ് കുടിശ്ശികയായിരുന്ന ഓണറേറിയം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാർ യൂണിയൻ ഉറപ്പ് നൽകിയതാണെങ്കിലും മന്ത്രി വാക്കുപാലിച്ചില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. എന്തായി കൊടുക്കുന്നത്? ഈ രാവും പകലും മഴയത്തും മഞ്ഞത്തും വെയിലത്തും വീടുകൾ തോറും കയറിയിറങ്ങി ജോലി ചെയ്യുന്ന ആശമാർക്ക് കേവലം 700 രൂപ. ജില്ലാ പ്രസിഡന്റ് P സാബിറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PP പ്രേമ, ട്രഷറർ ഷീജ ഉദയൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം R രാഘവൻ, ജയശ്രീ എന്നിവർ സംസാരിച്ചു. കുളമ്പ് രോഗ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായുള്ള കുത്തിവയ്പ് പരിപാടിക്ക് തുടക്കമായി. ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള 21 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 11 വരെയാണ് കുത്തിവയ്പ് നൽകുക. കുളമ്പ് രോഗ പ്രതിരോധ പരിപാടിയുടെ 18ാം റൗണ്ട് കുത്തിവയ്പിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടന്നത്. ഏപ്രിൽ 6 മുതൽ 21 പ്രവൃത്തി ദിവസങ്ങളിലായാണ് ഇത്തവണത്തെ കുളമ്പ് രോഗ പ്രതിരോധ പരിപാടിയുടെ കുത്തിവയ്പ് നടക്കുക. ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടന്ന കുത്തിവയ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ജില്ലയിൽ 1250 കന്നുകാലികൾക്കാണ് കുളമ്പ് രോഗ ബാധ കണ്ടെത്തിയത്. അതിൽ 105 എണ്ണം ചത്തു. എന്നാൽ കുത്തിവയ്പ്പിന് വിധേയമായ കന്നുകാലികൾക്കൊന്നിനും അസുഖം ബാധിച്ചിട്ടില്ലെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഇത്തവണ കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുത്തിവയ്പ്പിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. 141ഓളം വാക്സിനേഷൻ സ്ക്വാഡുകളെയാണ് ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത്. ദിവസവും രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് കുത്തിവയ്പ് നടക്കുക. പ്രതിരോധ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ രമേഷ് കുമാർ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജാൻസി, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെനാരൻ, കൊടമന സരസു, EB പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിയാർ പുഴയിൽ നിന്നും മണൽ വാരുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചാലിയാർ മേഖല മണൽ തൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. നിരോധനം നീക്കിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് ദിനേശ് പെരുമണ്ണ പറഞ്ഞു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർമ്മയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മണൽവാരൽ നിരോധനം പിൻവലിക്കുക. നിരന്തരമായ ഇടപെടലുകൾക്കും നിവേദനങ്ങൾക്കും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് മണൽവാരൽ നിരോധനം പിൻവലിക്കുക, നിരോധന കാലത്ത് മണൽ തൊഴിലാളികൾക്ക് നേരത്തെ പിടിച്ചുവച്ച റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ആശ്വാസവേതനം നൽകുക, മണൽ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാലിയാർ മേഖല മണൽ തൊഴിലാളി സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പരമ്പരാഗതമായ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ തൊഴിലെടുത്തു പോരുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ കണ്ടെത്തുക പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ചാലിയാറിൽ നിന്നും മണലെടുക്കുന്ന ചെറുവണ്ണൂർ, ഫറോക്ക്, രാമനാട്ടുകര, ഒളവണ്ണ, പെരുമണ്ണ, പെരുവയൽ, മാവൂർ, ചാത്തമംഗലം, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ 28 കടവുകളിലായി ജോലി ചെയ്തു വരുന്ന 1000-ഓളം വരുന്ന തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന് ചാലിയാർ മേഖല മണൽ തൊഴിലാളി സംയുക്ത സമിതി എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ച് ഈ മേഖലയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നത്. തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് കലക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. ഉപജീവന മാർഗമായി മണൽ വാരുന്നവരെയും മണൽ മാഫിയയെയും രണ്ടായി കാണണമെന്നും നിരോധനം നീക്കിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിലെ തൊഴിലാളികൾ അവർ പട്ടിണി കിടക്കുന്നു. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കായ ആളുകളുടെ ആ ജോലി തന്നെ നഷ്ടപ്പെട്ട് അവരുടെ കുടുംബം വഴിയാധാരമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ പി കോയ, കെ അബ്ദുള്ള, എം രാമചന്ദ്രൻ, തയ്യിൽ ഹംസ, മുഹമ്മദ് പുത്തൂർമഠം തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ മഹിളാ ബാങ്ക് 57ാമത് ശാഖ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 4ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത നിർവഹിച്ചു. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സ്വയം സഹായ സംഘങ്ങളും ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളും വഴി ബാങ്ക് വായ്പ ലഭ്യമാക്കും. ഭാരതീയ മഹിളാ ബാങ്കിന്റെ രാജ്യത്തെ 57ാമത് ബ്രാഞ്ചാണ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബാങ്കിന്റെ കേരളത്തിലെ 4ാമത് ശാഖയുടെ ഉദ്ഘാടനം മലബാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PA ലളിത നിർവഹിച്ചു. വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ചടങ്ങിൽ PA ലളിത അഭിനന്ദിച്ചു. കൊച്ചി, കോട്ടൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തെ മറ്റു ബ്രാഞ്ചുകൾ. വനിതാ കേന്ദ്രീകൃതമാണെങ്കിലും ബാങ്കിന്റെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ SM സ്വാതി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. BMP അന്നപൂർണ കാറ്ററിംഗ് സർവീസ് വായ്പ, BMP പർവരിഷ് ഡേ കെയർ സെന്റർ വായ്പ, BMP ശൃംഗാർ ബ്യൂട്ടി പാർലർ വായ്പ തുടങ്ങിയവയാണ് ഇതിനകം ബാങ്ക് അവതരിപ്പിച്ച ചില വനിതാ കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങൾ. ഭാരതീയ യുവശക്തി ട്രസ്റ്റ് പോലുള്ള ചില പ്രസ്ഥാനങ്ങൾ വഴി ബാങ്ക് ഏറെ വനിതകളെ സംരംഭകത്വത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചെറുകിട, ഇടത്തരം, സൂക്ഷ്മ സംരംഭങ്ങൾക്ക് സ്വയം സഹായ സംഘങ്ങളും ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളും വഴി ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. വിവിധ ഉൽപ്പന്നങ്ങളുമായി താഴേക്കിടയിലുള്ള ഉപഭോക്താക്കളിൽ വരെ എത്താൻ ബാങ്ക് ശ്രമിക്കുന്നുമുണ്ട്. ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യമായ BNP സ്മാർട്ട് ബാങ്കിംഗിലൂടെ ഏറെ മൂല്യാധിഷ്ഠിത സേവനങ്ങൾ ലഭ്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവ ഓൺലൈനായി തുടങ്ങുക, ബ്രാഞ്ചുകളിൽ ചെല്ലാതെ തന്നെ പാസ്വേഡുകൾ മാറ്റുക, എളുപ്പത്തിലുള്ള പണവിനിമയ ഇടപാടുകൾ തുടങ്ങിയവയെല്ലാമുണ്ട് BMPയിൽ. ഹൈസ്പീഡ് SMS ബാങ്കിംഗ്, ഹാഷ്ടാഗ് ബാങ്കിംഗ് തുടങ്ങിയവയിലൂടെ ബാലൻസ് തിരക്കൽ, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. BMP നിർഭയ, BMP സഖി തുടങ്ങി വനിതകൾക്കു വേണ്ടിയുള്ള ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളും ബാങ്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കോമൾ കാളി എന്ന നിക്ഷേപ പദ്ധതി ഏറെ ശ്രദ്ധേയവുമാണ്. 18 വയസ്സായാൽ പെൺകുട്ടിയെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തമാക്കുന്നതാണ് പദ്ധതി. കുട്ടികളിൽ നിക്ഷേപ താൽപര്യം വളർത്തുന്നതിന് BMP മണി ബോക്സ് പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലുമായി ബ്രാഞ്ചുകളിലൂടെ ബാങ്ക് സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. വാർത്തകളിൽ ഇടവേള. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് ഏപ്രിൽ 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. മാങ്കാവ് കുറ്റിയിൽ താഴം റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ വൻ പ്രതിഷേധം.
മാങ്കാവ് മുതൽ കുറ്റിയിൽ താഴം വരെയുള്ള 2 കിലോമീറ്റർ ദൂരത്തിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലത്തെത്തു. തീരുമാനമായില്ലെങ്കിൽ ബൈപ്പാസ് ഉപരോധിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. മാങ്കാവ് കുറ്റിയിൽ താഴം റോഡിനോട് കാലങ്ങളായി തുടരുന്ന അവഗണനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. മാങ്കാവ് മുതൽ കുറ്റിയിൽ താഴം വരെ 2 കിലോമീറ്റർ ദൂരമാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. അവഗണനയ്ക്ക് അറുതിയില്ലെങ്കിൽ ബൈപ്പാസ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന് ജനങ്ങൾ പ്രതിജ്ഞയെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നിർമ്മിച്ച റോഡ് കോർപ്പറേഷൻ 2 തവണ നന്നാക്കിയിരുന്നു. എന്നാൽ 5 വർഷം മുൻപ് റോഡ് തീർത്തും തകർന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി ഏറ്റെടുത്തെങ്കിലും നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. ഇതോടെ 15 അടി വീതിയുള്ള റോഡിൽ ഗതാഗതം അസാധ്യമായി. ആകെയുണ്ടായിരുന്ന 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. ഓട്ടോകളും ടാക്സികളും ഓട്ടം വരാതെയായി. ബൈക്കുകൾ പോലും കുഴികളിൽ വീണ് അപകടം പതിവായതോടെ നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും നടപടിയില്ലായിരുന്നു. സഹികെട്ടാണ് നാട്ടുകാർ മനുഷ്യച്ചങ്ങലയുമായി രംഗത്തിറങ്ങിയത്. 2012-13 ബജറ്റിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരണ പ്രവൃത്തിക്ക് 2.25 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. 2014 ജനുവരി 13 സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വെള്ളക്കെട്ട് പതിവാകുന്ന സ്ഥലങ്ങൾ ഉയർത്തുക, 4 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുക, അഴുക്കുചാൽ നിർമ്മാണം, 2 കൺവൾട്ടറുകൾ എന്നിവയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പ്രവൃത്തി മാത്രം തുടങ്ങിയില്ല. ഇതു സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് അന്വേഷിച്ചപ്പോൾ പഴയ കരാറുകാരൻ ഒഴിഞ്ഞതിനാൽ പുതിയ ആളെ ഉടൻ ഏൽപ്പിക്കുമെന്നും 20 ദിവസത്തിനകം പ്രവൃത്തി തുടങ്ങുമെന്നുമായിരുന്നു മറുപടി. ഇത് അറിയിച്ചിട്ട് 5 മാസമായി. ഇപ്പോഴും ഒരു തുള്ളി ടാർ പോലും റോഡിൽ വീണിട്ടില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച വലിയ കുഴി മൂടാത്തതായിരുന്നു കരാറുകാരൻ മുങ്ങാൻ കാരണം. മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ പുതിയ കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ആശ്വാസത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. പ്രതിഷേധത്തിന്റെ ഭാഗമായി മാങ്കാവിൽ നടന്ന പൊതുയോഗം മനക്കൽ ശശി ഉദ്ഘാടനം ചെയ്തു. വേലുക്കണ്ടി ദാസൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ഗംഗാധരൻ സംസാരിച്ചു. പി ശശിധരൻ സ്വാഗതം പറഞ്ഞു. അഫ്സൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ISM പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെയും സമൂഹം പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് ISM സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെയും സമൂഹം പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ISM സംസ്ഥാന പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് TK അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഹംസ മദീനി, നാസിർ ബാലുശ്ശേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജാദ്, അബ്ദുള്ള ഫാസിൽ, അബ്ദുൾ ഖാദിർ പറവണ്ണ, റഷീദ് കൊടക്കാട്, ഡോക്ടർ K ഷഹീർ, MSM സംസ്ഥാന പ്രസിഡന്റ് TK തൽഹത്ത് സ്വലാഹി, മുനീർ CM കോഴിക്കോട്, M മേമി കണ്ണൂർ, യൂനസ് കൊയിലാണ്ടി, അബ്ദുൾ റഷീദ്, മുജീബ്, സുനു സുലൈമാൻ, ആസാദ്, ഷമീർ എന്നിവർ സംസാരിച്ചു. നാടൻ കലകളും നാട്ടറിവുകളും അന്യം നിന്നു പോകുന്നുവെന്ന് മന്ത്രി M.K. മുനീർ ഫോക്ലോർ ആർട്സ് ആൻഡ് റിസർച്ച് അക്കാദമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളങ്ങളായിരുന്ന നാടൻ കലകളും നാട്ടറിവുകളുമൊക്കെ അന്യം നിന്നു പോകുകയാണെന്ന് മന്ത്രി M.K. മുനീർ പറഞ്ഞു. ഫോക്ലോർ ആർട്സ് ആൻഡ് റിസർച്ച് അക്കാദമിയുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തിയ നാട്ടറിവുകൾ സംരക്ഷിക്കുന്നതിന് അവയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടറിവുകളിൽ പ്രധാനപ്പെട്ട പണ്ട് ഈ പുഴയുടെ മിന്നലാട്ടങ്ങൾ, മിന്നലൊളികൾ നോക്കിക്കൊണ്ട് ഇന്ന തരം മീൻ അവിടെയുണ്ട് എന്ന് പറയാൻ പ്രസിഡന്റ് ശംസുദ്ദീൻ ചെട്ടിപ്പടി അധ്യക്ഷത വഹിച്ചു. ബ്രോഷർ മാപ്പിള കലാ ഗവേഷകൻ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് ഏറ്റുവാങ്ങി. CDA ചെയർമാൻ NC അബൂബക്കർ, K മൊയ്തീൻ കോയ, A മൂസഹാജി, ലത്തീഫ് കവലാട് എന്നിവർ പ്രസംഗിച്ചു. SLRC വെക്കേഷൻ ക്ലാസുകൾ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ലെക്ചർ TV സുലൈമാൻ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. അറിവ് നേടിയാലേ മനസ്സ് നന്മ സാധ്യമാകൂ എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. SLRC വെക്കേഷൻ ക്ലാസുകൾ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ലെക്ചറർ ഡോക്ടർ T സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. അറിവ് നേടിയാലേ മനസ്സ് നന്മ സാധ്യമാകൂ എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. അറിവ് നൽകിയുള്ള എന്ത് ചെയ്യുന്നു? ദറജ പടികൾ ഉയർത്തുന്നു. അപ്പോൾ അറിവുണ്ടെങ്കിലേ നമ്മൾ ഉയരുകയുള്ളൂ. വേറെ ഒരു രീതിയിൽ ഉയരില്ല. അത് വിചാരിച്ചിരിക്കുന്നത്. ക്ലാസുകൾ എല്ലാ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1:15 വരെ നടക്കും. ഡോക്ടർ P ഹാറൂൺ സാഹിബ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് ഫിയാസ്, ഹാരിസ്, അബ്ദുൾ ലത്തീഫ്, K ഇഫ്തിഖാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
SLRC സംഗമം 2015 മെയ് 10 ഞായറാഴ്ച രാവിലെ 9:30 ടാഗോർ ഹാളിൽ സംഘടിപ്പിക്കും. 16ാമത് കോസ്മോസ് ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 16ാമത് കോസ്മോസ് സ്പോർട്സ് ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി ഗബ്രിയേലിന്റെ അധ്യക്ഷതയിൽ മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. In various parts of the world and all the globally now this game is accepted. I think in few years to come this will be an internationally known game which has an origin from India, and I congratulate Mr. Wangwar Venkatesh. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വെങ്കിടേഷ് ഭാഗ്വത്, AK നിഷാദ്, സംസ്ഥാന സെക്രട്ടറി TM അബ്ദുറഹിമാൻ, വൈസ് പ്രസിഡന്റ് AK മുഹമ്മദ് അഷ്റഫ്, കയാക്കിംഗ് അസോസിയേഷൻ സെക്രട്ടറി M മോഹനൻ, സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് PT സുന്ദരൻ, M ഹാരിസ്, A മൂസ ഹാജി, MM തോമസ്, ജില്ലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ്, KK അഷ്റഫ്, കാട്ടയാട്ട് വേണുഗോപാൽ, MT ഇസ്ഹാഖ്, നബീൽ കുറ്റ്യാടി, A വത്സലൻ, അഡ്വക്കേറ്റ് വേലായുധൻ, CT ഇല്യാസ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. For you, forever. Apollo Gold. Kozhikode, Tirur, Manjari, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. 2 ദിവസങ്ങളിലായി നടന്നുവന്ന കോസ്മോസ് ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജേതാക്കൾക്ക് കോസ്മോസ് സ്പോർട്സ് ചെയർമാൻ AK നിഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NE ബാലകൃഷ്ണ മാരാർ അധ്യക്ഷനായിരുന്നു. ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായവർക്ക് കോസ്മോസ് സ്പോർട്സ് ചെയർമാൻ AK നിഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NE ബാലകൃഷ്ണ മാരാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ T സുജൻ, VK തങ്കച്ചൻ, നൂർ മുഹമ്മദ്, റസാഖ് കൊടിയത്തൂർ, AK മുഹമ്മദ് അഷ്റഫ്, P ഷഫീഖ്, TP അബ്ദുൽ ഷഫീഖ്, N പത്മകുമാർ, മുഹമ്മദ് ഇസ്ഹാഖ്, KK അഷ്റഫ്, ഇജാസ് P ഇസ്മായിൽ, TM അബ്ദുറഹിമാൻ എന്നിവർ പ്രസംഗിച്ചു. Moment of presentation. Tangachan, coordinator, 16th Cosmos Tennis Volleyball Competition. Many members of Mumbai teams for receiving the ഇനി ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ രത്നാഭരണ പ്രദർശനം ആർട്ടിസ്ട്രിക്ക് തുടക്കമായി. പ്രദർശനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. അപൂർവ രത്നങ്ങളിൽ തീർത്ത ആഭരണങ്ങൾ കൂടാതെ പരമ്പരാഗത കേരളീയ ആഭരണങ്ങളും പ്രദർശനത്തിലുണ്ട്. ആർട്ടിസ്ട്രി പ്രദർശനം ഏപ്രിൽ 14 സമാപിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ സ്വർണം, ഡയമണ്ട്സ്, മറ്റ് അപൂർവ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനം ആർട്ടിസ്ട്രി ആരംഭിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയുടെ
ഒരുപാട് കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ആർട്ടിസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത്. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, M അബ്ദുൾ മജീദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലബാർ ഗോൾഡിലെ റിസർച്ച് ഡിസൈനർ ടീമിന്റെയും പ്രഗത്ഭ കലാകാരന്മാരുടെയും പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രിയിലെ ആഭരണങ്ങൾ. പരമ്പരാഗത കേരളീയ ആഭരണങ്ങളുടെ പ്രത്യേക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം 14-ന് സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള സംഘടിപ്പിക്കുന്ന 2ാമത് ദേശീയ സെമിനാർ ഏപ്രിൽ 11-12 തീയതികളിൽ തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഗ്രിഗോറിയോസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മേയർ K ചന്ദ്രിക, സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യാചാര്യൻ സംപൂജ്യ സ്വാമി ആധ്യാത്മികാനന്ദ സരസ്വതി, KTDC ചെയർമാൻ വിജയൻ തോമസ്, ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയുടെ ഡയറക്ടറും ആചാര്യനുമായ M സുരേന്ദ്രനാഥ് എന്നിവർ പങ്കെടുക്കും. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭക്ഷ്യകൃഷിയിലൂടെ പുതിയ കേരളം സംസ്ഥാനതല ജൈവ ജീവിത സന്ദേശയാത്രയ്ക്ക് ഏപ്രിൽ 9-ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകും. പടിഞ്ഞാറേ നടക്കാവ് സ്റ്റേറ്റ് ബാങ്ക് മുൻവശത്തുള്ള വേങ്ങേരി നിറവ് ജൈവ വിപണന കേന്ദ്രം പരിസരത്താണ് സ്വീകരണ പരിപാടി ഒരുക്കുന്നത്. ജാഥയുടെ ഭാഗമായി നാടൻ വിത്ത് പ്രദർശനം, പോസ്റ്റർ പ്രദർശനം, കലാപരിപാടികൾ, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും നടക്കും. ഏപ്രിൽ 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തിയ ശേഷം ഏപ്രിൽ 24-ന് കോട്ടയത്ത് സമാപിക്കുമെന്നും ജൈവ കർഷക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കേരള NGO സെന്റർ 37ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 10, 11, 12 തീയതികളിൽ കോഴിക്കോട് UR അനന്തമൂർത്തി നഗറിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മനേത്ത് ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി ശനിയാഴ്ച ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ KP മോഹനൻ, MK മുനീർ, ഡോക്ടർ വർഗീസ് ജോർജ്, MV ശ്രേയാംസ്കുമാർ MLA തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2015-ലെ ആശാൻ വിശ്വ പുരസ്കാരത്തിനായി സിറിയൻ കവി അഡോണിസിനെ തിരഞ്ഞെടുത്തതായി ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ചെയർമാൻ K ജയകുമാർ IAS വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 3-ന് കുമാരനാശാന്റെ 143ാമത് ജന്മദിനത്തിൽ കായിക്കരയിൽ വെച്ച് കവി അഡോണിസിന് ആശാൻ വിശ്വ പുരസ്കാരം സമ്മാനിക്കും. കവിതയ്ക്ക് മാത്രമായി ഇന്ത്യയിൽ ഇന്നും നൽകപ്പെടുന്ന ഏക സാഹിത്യ സമ്മാനമാണ് ആശാൻ വിശ്വ പുരസ്കാരം. 3 വർഷത്തിലൊരിക്കൽ നൽകപ്പെടുന്ന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 3 ലക്ഷമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. സുരക്ഷിത ഭക്ഷണം പാടം മുതൽ പാത്രം വരെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സേഫ്റ്റി എന്ന് ആലേഖനം ചെയ്ത ബലൂണുകൾ പറത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് ക്വിസ് പ്രോഗ്രാം, പോസ്റ്റർ ഡിസൈനിംഗ്, ബോധവൽക്കരണ സെമിനാർ, പുസ്തക പ്രകാശനം എന്നിവയും ഉണ്ടാകും. പരിപാടികൾ ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കേഴ്സിന്റെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കായി ആശാ വർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച്. ചാലിയാർ പുഴയോരത്തെ മണൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ. സമരം പുഴയിലെ മണൽ വാരൽ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ജില്ലയിലെ കുളമ്പ് രോഗ പ്രതിരോധ പരിപാടിക്ക് തുടക്കം. കുത്തിവയ്പ് മൃഗാശുപത്രിയിൽ വരുന്ന 21 പ്രവൃത്തി ദിനങ്ങളിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.